വിദ്യാഭ്യാസ വായ്പയുടെ അനുഗ്രഹവും ആപത്തും. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസ വായ്പ എങ്ങനെ കിട്ടും, എവിടെ നിന്നാണ് വിദ്യാഭ്യാസ വായ്പ എടുക്കേണ്ടത്, എന്താണ് അതിൻ്റെ നിബന്ധനകൾ, എന്തൊക്കെയാണ് അതിൻ്റെ ആനുകൂല്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ ഇതുകൊണ്ടുള്ള ആപത്തുകൾ, ഒളിഞ്ഞും മറഞ്ഞും കിടക്കുന്ന ആപത്തുകൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, മക്കൾക്ക് താല്പര്യമില്ലാതെ അവരെ അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം പാടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സല്ല വീട്ടുകാർ കൊണ്ട് ചേർത്തിയിട്ടുള്ളത്. അവര് വളരെയധികം എമൗണ്ട് വിദ്യാഭ്യാസ ലോൺ സാങ്ഷൻ ആക്കി കഴിഞ്ഞിട്ട് കോളേജിലെ ഫീസ് അടച്ചിട്ടാണ് പറയുന്നത്, മോളെ നിന്റെ അഡ്മിഷൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. പേരൻസിന് ആഗ്രഹങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടാണ് പേരൻസിന്റെ ആ സ്വപ്നം, അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള്, മക്കള് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നുള്ള ആഗ്രഹങ്ങൾ വരുന്നത് അല്ലേ. പക്ഷേ ഇതിൽ നിന്നെല്ലാം മാറി മറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു മക്കളുടെ ഇൻവോൾവ്മെന്റിന് പ്രാധാന്യം കൊടുക്കണം അല്ലേ. മറിച്ച് മക്കളുടെ ഇമ്പോർട്ടൻ്റ് മാത്രം കൊടുത്ത് നമ്മൾ മാറി നിൽക്കുന്ന രീതിയും പാടില്ല. നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് നല്ലത് എന്നുള്ളത് അല്ലേ. അപ്പൊ പഠിക്കാൻ താല്പര്യമില്ലാതെ എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതിയാണ്. നമ്മൾക്ക് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടാവണം, പഠിക്കാൻ വേണ്ടതായിട്ടുള്ള അഭിരുചി ഉണ്ടാവണം, പഠിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കണം. ഗ്രോത്ത് ഉണ്ടായാൽ മാത്രം പോരാ, എനിക്ക് ഫലഭൂവിഷ്ടമായിട്ട് എനിക്ക് തളിർക്കാനും പന്തലിക്കാനും പറ്റുന്ന രീതി. ഗ്രോത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഡെവലപ്മെന്റ് ആണ്. അങ്ങനെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതുള്ള ഒരു കോഴ്സിലേക്ക് പഠിക്കാനായി വിദ്യാഭ്യാസ വായ്പ എന്ന് പറയുന്നത് എൻ്റെ താല്പര്യത്തിനും എൻ്റെ അഭിരുചിക്കും അനുസരിച്ചാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ വീട്ടിലെ അതുമായി ബന്ധപ്പെട്ട് പേരൻസിന് നിങ്ങൾ ബർഡൻ കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷന് നിങ്ങൾക്ക് വിദ്യാഭ്യാസ ലോൺ എടുക്കാം. പേരൻസിന് കാശുണ്ടാവും, അത് വിചാരിച്ചിട്ട് പേരൻസ് എന്നെ പഠിപ്പിച്ചാൽ മതി, 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും വരെ അവരല്ലേ പഠിപ്പിച്ചേ. നെവർ. നിങ്ങളുടെ പഠനത്തിന് നിങ്ങൾ വിദ്യാഭ്യാസ വായ്പ എടുക്കാം. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം എന്തുണ്ടാവും, ജോലി വേണം എന്നുള്ള ഇന്റേണൽ അർജ് ഉണ്ടാവും, ത്വര ഉണ്ടാവും അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വിദ്യാഭ്യാസ വായ്പ എടുക്കുകയാണെങ്കിൽ ആ ലോൺ റീപേയ്മെന്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത സെമസ്റ്റർ പാസ്സായേ പറ്റൂ എന്നുള്ള ഒരു ചിന്തയും മനോഭാവവും ആറ്റിറ്റ്യൂഡ് തന്നെ മാറും അല്ലേ. കാലത്ത് പാരൻസ് വിളിക്കേണ്ട ആവശ്യമില്ല, ഹോസ്റ്റലില് ബാക്കിയുള്ള ഫ്രണ്ട്സ് വിളിക്കേ, വാർഡൻ വന്ന് തട്ടി വിളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പഠിച്ചാലാണ് എൻ്റെ വിദ്യാഭ്യാസ വായ്പ എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാന്നുള്ള ഒരു ചെറിയ ബോധം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ എന്തുണ്ടാവും, നമ്മൾ പഠിക്കാനായിട്ട് ഡെഫിനറ്റ് ആയിട്ട് ഉത്സുകരായിരിക്കും, നമുക്ക് താല്പര്യം ഉണ്ടാവും അല്ലേ. അപ്പൊ മടി, അലസത എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മളെ വിട്ട് ഡിറ്റാച്ച് ചെയ്യും. പഠിക്കാനുള്ള ഉന്മേഷം എന്ന് പറയുന്നതും ഉണർവും നമ്മളിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടും അല്ലേ. ഇങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ലോണിനെ കാണേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോൾ പാരൻസിന് ഈ ലോൺ കുട്ടിക്ക് ജോലി കിട്ടിയില്ല എന്ന് വിചാരിക്കാം, ബാഡ് ലക്ക് ആയിരിക്കാം. അപ്പൊ റീപേയ്മെന്റ് ചെയ്യാനുള്ള ശേഷി മാതാപിതാക്കൾക്ക് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ട ആൾക്കാര് വെറുതെ ഗ്യാരണ്ടർ എന്നിട്ട് ഒപ്പിടാൻ മാത്രമല്ല, അവിടെ പാരൻസും നോക്കണം. അവരെ കൊണ്ട് അത് റീപേയ്മെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെക്കാൻ പാടില്ല. പൈലറ്റ് ആവണമെന്ന ആഗ്രഹം, 75 ലക്ഷം രൂപയാണ് അവിടെ അടയ്ക്കേണ്ടേ, വീട് വിൽക്കേണ്ടി വരും അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് പോവാതിരിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എഡ്യൂക്കേഷൻ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടണം എന്നുള്ള കുറച്ച് സാഹചര്യങ്ങളുണ്ട് ഇല്ലേ. നമ്മൾ എവിടെ നിന്നാണ് ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കുക? നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനായിട്ട് എൻ്റെ സജഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI.
എന്താ കാരണം SBIയില് നമ്മൾ ഒരു ലോൺ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ബാങ്കുകൾ, അവർ കുറ്റം പറയല്ല, അവരെ ഓപ്പറേഷൻ പ്രൊസീജിയർ അതായിരിക്കാം. ഒരു സെമസ്റ്റർ കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ വിളിക്കും, സെമസ്റ്ററിൽ എല്ലാ വിഷയവും പാസ്സായിട്ടില്ലേ, മാർക്ക് ലിസ്റ്റ് ഒന്ന് അയച്ചെന്നുള്ളൂട്ടാ. അങ്ങനെ നോക്കുമ്പോൾ ആ മാർക്ക് ലിസ്റ്റിൽ ഏതെങ്കിലും 1-2 സബ്ജക്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? വിദ്യാഭ്യാസ വായ്പ ക്യാൻസൽ ചെയ്യുന്ന നടപടികൾ. അങ്ങനെ വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന കുറെ കുട്ടികളുടെ കണ്ണീരുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആധികാരികമായിട്ട് SBI എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ഇയർ കഴിയാണ്ട് അവർ നിങ്ങളെ വിളിച്ച് ശല്യം ചെയ്യില്ല. അപ്പൊ അത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ് എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും മറ്റു കുട്ടികളുടെ വേർഡ് ഓഫ് മൗത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ എഡ്യൂക്കേഷൻ ലോണിന്റെ കാലാവധി എന്ന് പറയുന്നത് നമ്മളുടെ പഠനത്തിന്റെ കാലാവധിയാണ് അല്ലേ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ടാവണം അല്ലേ. അപ്പൊ ആ ജോലി ഉണ്ടാകുന്ന രീതിയിലുള്ള കോഴ്സ് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ BSc നഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കാമെന്ന് വിചാരിക്കാം. ഡെഫിനറ്റ് ആയിട്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന നേഴ്സായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട്. കാരണം അവിടെ രോഗികളെ പരിചരിക്കാനുള്ള നഴ്സുമാരിന്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഒരു ജോലി എന്ന് പറയുന്നത് ഉറപ്പുവരുത്താം. അപ്പൊ ബാങ്കിലേക്ക് തിരിച്ചടവ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുള്ള അഭിരുചിയുള്ള കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു കോഴ്സ് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ജോലി കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ലോണ് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചേരാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു പ്രവേശന പരീക്ഷ ഉണ്ടാവണം. ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രവേശന പരീക്ഷയുണ്ട് ഇല്ലേ. നീറ്റ് എക്സാമിനേഷൻ, കീം എക്സാമിനേഷൻ, JEE, CUET, അതുപോലെയുള്ള പല എൻട്രൻസ് എക്സാമുകളുണ്ട് ഇല്ലേ. ക്ലാറ്റ് എന്ന് പറയുന്ന എക്സാം, LLB വക്കീലാവാനായിട്ട് നമ്മുടെ കേരളത്തിലാണെങ്കിൽ CLE എന്ന് പറയുന്ന എക്സാം, അതുപോലെ നാറ്റ എന്ന് പറഞ്ഞിട്ട് ആർക്കിടെക്ചറിനുള്ള എക്സാം. ഇതുപോലെയുള്ള എക്സാംസ് ക്ലിയർ ചെയ്യുന്നവർക്കാണ് ലോണിനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ജനറൽ നോളേജും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നന്നായി പഠിച്ച് മിടുക്കരായിട്ട് ലോൺ എടുത്തു കഴിഞ്ഞിട്ട് ലോണ് NPA ആക്കാതെ, NPA എന്ന് പറയും അല്ലെ, നോൺ പെർഫോമിംഗ് അസറ്റ് ആക്കാതെ നിങ്ങൾ കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. നാളെ ഒരു പേഴ്സണൽ ലോൺ എടുക്കാനായിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും അപ്പോൾ ഉണ്ടാവില്ല. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്നതിനെ സമീപിക്കാനായിട്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ദെൻ, സൈനിങ് ഓഫ്, അജൽ ഹിയർ. ബൈ ബൈ.